തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരനും കുറ്റക്കാർ. രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു. നാളെയാണ് ശിക്ഷ വിധിക്കുക. നിങ്ങൾ ആ വീഡിയോന്റെ ഇടയിൽ ഇപ്പൊ നിങ്ങൾ സൈഡിൽ ഒന്നുകൂടി പ്ലേ തരാം. നിങ്ങളൊരു സാധനം കാണുന്നുണ്ട്, ഒരാൾ കിടന്നിട്ട് എന്നങ്ങനെ ആക്കണത്. അതായത് ഗ്രീഷ്മക്ക് ശ്വാസം കിട്ടുന്നില്ല. ഗ്രീഷ്മ വാഹനത്തിന്റെ അകത്തിരുന്ന് ശ്വാസം വലിക്കുന്ന ഒരു ഡ്രാമയാണ് നിങ്ങളിപ്പോ കണ്ടത്. ജനങ്ങൾക്കിടയിൽ ഒരു സിമ്പതി കിട്ടും എന്നുള്ള ഒരു തെറ്റായ ധാരണയാണ് അവിടെ പുറത്ത് ഗ്രീഷ്മ കാണിച്ചു കിട്ടുന്ന കൊപ്രായിത്തരങ്ങളാണ് ഇതൊക്കെ. ഒരു പാവപ്പെട്ട ചെക്കനെ വിഷം കൊടുത്ത് കൊന്നിട്ട് ഓള് വലിയ ഇളക്കലിളക്കുക. ഇതൊന്നും കൂടാതെ ഒരു ലൈംഗിക ദാരിദ്ര്യം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ലൈംഗികതയോട് അത്രയധികം ഭ്രമമുള്ള ഒരു കുഞ്ഞുകൂടിയാണ് ഈ ഗ്രീഷ്മ കുഞ്ഞ്, ഗ്രീഷ്മ കൊച്ച്. കഷായം ഗ്രീഷ്മ ജയിലിൽ വെച്ചിട്ട് ഒരു ട്രാൻസ്ജെൻഡറുമായിട്ട് ഒരു ബ്ലിങ്കോ ഉണ്ടായി എന്നൊക്കെ നമ്മൾ അറിഞ്ഞു. അതായത് അവർക്ക് അത് വേണം, എപ്പോഴും വേണം, പുതിയത് കിട്ടുമ്പോൾ അതിലേക്ക് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹമെന്ന് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ സെക്സ് ചാറ്റുകൾ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള സാധനം. പോലീസുകാരൊന്നും എന്തായാലും പുറത്തു വിട്ടിട്ടില്ല. ആ കാര്യത്തിൽ എനിക്ക് വളരെ 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 സന്തോഷമുണ്ട്. സരിത എസ് നായരെ പോലെയല്ല, അതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. വലിയ ഭാഗ്യം അതൊക്കെ. ഒരാൾ സ്നേഹിക്കുമ്പോൾ പ്രേമിക്കുമ്പോൾ ആ സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിർണായകമായിട്ടുള്ള തെളിവുകളും അത്തരം കാര്യങ്ങളിൽ നിന്ന് കിട്ടി. ഇപ്പോ ഈ ഒരു വിഷയത്തില് പോലീസ് ഓഫീസർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കേസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും. ഈ ഫസ്റ്റ് ക്ലിപ്പ് ശരിക്കും നമ്മളെ ഒന്ന് വേദനിപ്പിക്കും. ഒന്ന് കാണാം. പ്രണയപ്പകയല്ല, പ്രണയത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനാണ് ഷാരോൺ. പ്രണയപ്പക ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഒരു കാരണവശാലും ഈ ഗ്രീഷ്മേനെ ചതിക്കുകയോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടെയോ പ്രണയിച്ചതായിരുന്നില്ല. ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു വാക്കുകൾ സത്യത്തിൽ എനിക്ക് നെഞ്ചി കൊണ്ടു. കൂടെ ജീവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് ഒരു പയ്യൻ സ്നേഹിച്ച് മുന്നോട്ട് പോവുകയാണ്. നിരന്തരമായിട്ട് അവൾ പറയുന്നു നിന്നെ എനിക്ക് വേണ്ട, എനിക്ക് ജാതിയും മതവും ഒക്കെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഇവനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് എവിടെയാണ് അവളുടെ സ്ഥാനം എന്ന് മനസ്സിലാക്കാൻ ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഒരു നികൃഷ്ട ജീവിക്ക് മനസ്സിലായില്ല. പാരസെറ്റമോൾ കലക്കി കൊടുക്കുന്നു, മറ്റുള്ള സാധനങ്ങൾ കൊടുക്കുന്നു, ആള് ജീവിതത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കുന്നു. വളരെ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഗ്രീഷ്മ ചെയ്തത് അല്ലേ. ഓന്ത അടിക്ക് ഒന്ന് കൊടുക്കാൻ അന്ന് ആരും ഉണ്ടായില്ല എന്നുള്ളതാണ്. സോറി, അന്ന് ആരും ഉണ്ടാവണം, ഇപ്പോഴല്ലേ നമ്മളൊക്കെ അറിയുന്നതല്ലേ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ വീഡിയോയിൽ ഓരോ പോലീസ് ഓഫീസേഴ്സും വക്കീലന്മാരും ഒക്കെ ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ അറിയുന്നതിനപ്പുറത്തേക്ക് നമുക്ക് അറിയാത്ത കുറെ പുറങ്ങളും കൂടി ഉണ്ട് എന്ന് കൃത്യമായി പോലീസുകാർ പറയുന്നുണ്ട്. ഒന്ന് കേട്ടോക്കാം. മരിക്കുമെന്ന് ഏകദേശം 99% ഉറപ്പായ ഘട്ടത്തിലാണ് അച്ഛനോട് ഈ പറയുന്ന സത്യം തുറന്നു പറഞ്ഞത്. അതുവരെ അവനറിയാമായിരുന്നുവെങ്കിൽ പോലും ആ സത്യം മറ്റാരോടും പറഞ്ഞിരുന്നില്ല. അത് പ്രണയപ്പകയല്ല, പ്രണയപ്പക എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അതായത് മെച്ചപ്പെട്ട മറ്റൊരു ജീവിതം ആഗ്രഹിച്ച ഗ്രീഷ്മ ഈ പയ്യനായ പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത വിദ്യാർത്ഥിയായ രണ്ട് സമുദായത്തിൽപ്പെട്ട ഈ ഷാരോണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൊലപാതകമല്ലാത്ത രീതിയിലുള്ള മറ്റു മാർഗങ്ങളിലൂടെ ശ്രമിച്ചിട്ടും അവനതിൽ നിന്ന് പിന്മാറാതെ വന്നപ്പോഴാണ് കൊല ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി തന്നെ ഈ പ്രവൃത്തി ചെയ്തു. സത്യത്തിൽ ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഒരു നികൃഷ്ട ജീവിക്ക് വേണ്ടിയിരുന്നത് ഒരു കാമുകനല്ല എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയിരുന്നത് ഒരു പടവലങ്ങയോ അല്ലെങ്കിൽ വല്ല കക്കരിക്കയോ ഒക്കെ ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ആ ഒരു പയ്യനെ പരമാവധി യൂസ് ചെയ്തിട്ടുണ്ട്. പുതിയ ഒരാളെ കിട്ടുന്നു എന്നറിയുമ്പോൾ, സാമ്പത്തികമായിട്ടും കൂടി ഉണ്ടെന്നറിയുമ്പോൾ പിന്നെ പറയേണ്ടതായിട്ടില്ലല്ലോ. പതുക്കെ ചെക്കനെ അങ്ങ് ഒഴിവാക്കി അങ്ങോട്ട് പോവാൻ വിചാരിച്ചു. ഭാഗ്യം കൊണ്ട് ഇന്ത്യ കാക്കുന്ന പട്ടാളക്കാരൻ ഈ ഒരു വിഷയത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. വക്കീൽ പറയുന്ന ഈ വാക്കുകൾ ഒന്ന് കേട്ടോക്കെ. വിഷാംശം ശരീരത്തിലോ വസ്ത്രത്തിലോ അല്ലെങ്കിൽ വിസറയിലോ ഒന്നും തന്നെ ഷാരോണിൽ നിന്ന് കണ്ടെത്തിയില്ല എങ്കിലും അത് വളരെ വിദഗ്ധമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളിലൂടെയും വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങളിലൂടെയും അതിന് ഉപോത്ബലകമായിട്ടുള്ള മറ്റ് ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകൾ ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞ ശേഷം 10 മണിയോടെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് 20 മിനിറ്റോളം അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് യാതൊരു സാക്ഷിമൊഴികളുമില്ല. പുറത്ത് ഇറങ്ങി വരുമ്പോൾ പച്ച നിറത്തിൽ ഛർദ്ദിച്ചുകൊണ്ട് വരുന്നത് മാത്രമാണ് ഇതിനകത്ത് രണ്ടാം സാക്ഷി റെജിൻ കാണുന്നത്. അതിനുശേഷമുണ്ടായ കാര്യവും റെജിനോട് അവൾ ചതിച്ചു എന്ന് പറയുന്ന മൊഴിയിൽ നിന്ന് തുടങ്ങുന്ന കാര്യമാണ് പിന്നെ അവസാനത്തെ തെളിവുകൾ എത്തുന്നത് വരെ ഉണ്ടായ സാഹചര്യ തെളിവുകൾ.
റജിൻ എന്ന് പറയുന്ന സുഹൃത്തിനോട് അവൾ എന്നെ ചതിച്ചു എന്നൊരൊറ്റ വാക്ക്, ആ വാക്കിൽ നിന്ന് തുടങ്ങിയതാണ് ആ കേസിന്റെ തുടക്കം അല്ലെ. വളരെ നിർണായകമായിട്ടുള്ള ഒരുപാട് തെളിവുകളാണ് പിന്നീട് അങ്ങോട്ട് പോലീസുകാർ കണ്ടെടുത്തത്. പല നുണകളും പറഞ്ഞു നോക്കി, പല രീതിയിൽ രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ നമ്മുടെ കേരള പോലീസിനോട് അങ്ങനെ ഇങ്ങനെയൊന്നും കളിക്കരുത്. നീ ആദ്യം മനസ്സിലാക്കണം ഗ്രീഷ്മ മോളെ. എല്ലാ ചാറ്റുകളും എല്ലാം ഡിലീറ്റ് ചെയ്തപ്പോ പോലീസുകാർ അങ്ങ് ബാക്കപ്പ് ചെയ്ത് എടുത്തപ്പോ ഇവരുടെ കാമത്തിന്റെ ആ ഒരു എക്സ്ട്രീം ലെവല് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. ആ പയ്യൻ ആ ഒരു രീതിയിലൊക്കെ വളരെ വളരെ ഇതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവൻ ആ വീട്ടിലേക്ക് വിളിച്ച് വരുത്തുന്നത് പോലും ആ ഒരു രീതിയിലാണ്, സെക്സ് ചാറ്റ് ചെയ്തുകൊണ്ടാണ് വിളിച്ചു വരുത്തുന്നത്. ഇനി ഇവരുടെ ഗ്രീഷ്മയുടെ വക്കീൽ കോടതിയിൽ വാദിച്ച ഒരു വാദമുണ്ട്, അതൊന്ന് കേട്ട് നോക്കണം നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ മൂക്കത്തല്ല വിരല് വെക്കുക, ഇങ്ങനെ നിൽക്കും. കേട്ടോക്കെ. ആത്മഹത്യാപ്രവണതയുള്ള ഗ്രീഷ്മ സ്വയം മരണം വരിക്കാൻ കഷായത്തിൽ വിഷം കലർത്തിയെന്നും വീട്ടിലെത്തിയ ഷാരോൺ അതെടുത്ത് കുടിച്ചെന്നുമായിരുന്നു പ്രതിഭാഗം വാദം. മുഖം കഴുകാൻ ബാത്റൂമിലേക്ക് പോയ ഗ്രീഷ്മ ഷാരോൺ വിഷം കലർന്ന കഷായം കുടിക്കുന്നത് കണ്ടില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ അന്തിമവാദത്തിലെ തുറുപ്പുചീട്ട്. എന്നാൽ ആ വാദത്തിന്റെ എല്ലാം മുനയൊടിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞത് കൊലയാളിയെ തിരിച്ചറിയാൻ കോടതിയെ സഹായിച്ചു. ഇനി അറിയേണ്ടത് ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്നാണ്. തീർച്ചയായിട്ടും കിട്ടേണ്ട ശിക്ഷ വധശിക്ഷ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്ന അറിയോ? അപ്പൊ നാളെയാണ് ശിക്ഷ വിധിക്കുന്നത് എങ്കിൽ തന്നെ ആ ശിക്ഷ ചിലപ്പോൾ 12 വർഷമോ 24 വർഷമോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ കൊടുത്തെന്ന് വരാം. പക്ഷേ ഇവരുടെ പ്രായം കണക്കിലെടുത്ത് ഇവർ വരും വർഷങ്ങളിലോ വരും ദിവസങ്ങളിലോ ഒക്കെ കോടതികളിൽ നിരന്തരമായിട്ട് ശുപാർശ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ചെറിയ കുട്ടിയാണ്, ഇനിയും ലൈഫ് ഉള്ളതാണ്, ശിക്ഷ ചുരുക്കി കൊടുക്കണം. അവസാനം ചുരുക്കി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കരുത്. ഒരു പാവം പയ്യനെ അങ്ങ് യൂസ് ചെയ്ത് കൊന്നു കൊലവിളിച്ച അവളെ അങ്ങനെ ചുമ്മാതൊന്നും വിടാനൊന്നും പാടില്ല. അങ്ങ് കിടക്കണം, നരകിക്കണം എന്നുള്ളത് തന്നെയാണ്. കേട്ടല്ലോ, വീട്ടിലേക്ക് വിളിച്ചു വരുത്ത് അവന് കഷായം കൊടുത്തു എന്നുള്ള കാര്യം പിന്നീട് ക്രൈംബ്രാഞ്ചിനോട് മൊഴി കൊടുത്ത അതേ ഗ്രീഷ്മ തന്നെ പറയുകയാണ്, ഞാൻ മുഖം കഴുകാൻ പോയ സമയത്ത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വെച്ച എന്റെ കഷായം എടുത്ത് ഇയാള് കുടിച്ചു. ആരും കാണുന്നില്ലല്ലോ, ദൃക്സാക്ഷികളില്ലല്ലോ, സിമ്പിളാണല്ലോ, ഇത് വെച്ചാണ് കളിച്ചത്. പക്ഷേ എവിടെയാണ് പൊളിഞ്ഞതെന്നറിയോ? ഷാരോണിന്റെ ജ്യേഷ്ഠന് മെസ്സേജ് അയച്ചുകൊണ്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ്. എന്താണ് കുടിച്ചത് എന്ന് ചോദിച്ച ചോദ്യത്തിന് ഓരോ കഷായം. അപ്പോ കലക്കി കുടിച്ചതല്ല, കൊടുത്തത് തന്നെ എന്ന് അതിൽ നിന്നൊക്കെ വ്യക്തമായി. അത് തന്നെ. പിന്നെ മരണമൊഴി ആ സമയത്ത്, ഞാൻ മരിക്കുമെന്ന് ഉറപ്പായ സമയത്ത് ഷാരോൺ പറഞ്ഞു അത് എനിക്ക് അവൾ കലക്കി തന്നത് തന്നെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പറയുന്ന വാക്കൊന്ന് കേട്ടൊക്കെ. അവ ആദ്യം ഞങ്ങളുടെ അടുത്ത് പറയാത്തത് ആക്ച്വലി. പിന്നെയാണ് പപ്പയെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. 22-ാം തീയതി അവൻ മരിക്കുമെന്ന് അവന് ഉറപ്പായപ്പോഴാണ് പപ്പയെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ചതി മനസ്സിലാക്കിയിരുന്നില്ല ആദ്യം അല്ലേ? അവൻ മനസ്സിലാക്കിയിരുന്നായിരിക്കാം, പക്ഷെ അവനിങ്ങനെ സംഭവിക്കുമെന്ന് സുഹൃത്തിനോട് അന്ന് ബൈക്കിൽ തിരിച്ചു വരുമ്പോൾ പറഞ്ഞിരുന്നു. പക്ഷെ ആരടുത്തും പറയണ്ടെന്ന് പറയുന്നത്. അവൻ ചതിച്ചു. അതെ, അവൻ പ്രതീക്ഷിച്ചില്ല മരിക്കും ഉള്ള കാര്യം, അല്ലെങ്കിൽ അവ ആദ്യമേ പറഞ്ഞു. തീർച്ചയായിട്ടും മരിക്കില്ല എന്ന് ഉറപ്പിച്ചത് കൊണ്ടാണ് ആരോടും പറയാതിരുന്നത്. പക്ഷെ അവസാനം അവന് മനസ്സിലായിട്ടുണ്ടാകും തിരിച്ചു വരവില്ലാത്ത ഒരു ലോകത്തേക്ക് ഞാൻ പോകാൻ പോവുകയാണ് എന്ന്. സത്യം അറിയിക്കേണ്ടവരെ അറിയിക്കുക തന്നെ ചെയ്തു. നമ്മുടെ കോടതി, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കൃത്യമായി ഇതിന് ശിക്ഷ കൊടുക്കും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ള കഷായം ഗ്രീഷ്മകൾ, കാമകേളികളുടെ രാക്ഷസികള് ഇനി നമ്മുടെ ഈ ലോകത്ത് തന്നെ പാടില്ല. ഒരു തരത്തിലും പുറത്തു പോകാൻ പാടില്ല. നല്ല ശിക്ഷ തന്നെ കിട്ടുമെന്ന് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. കാമകേളിയുടെ രാക്ഷസി കഷായം ഗ്രീഷ്മ. കൊള്ളാം. പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.